വാർത്തകൾ തുടരുന്നു. പുനഃസംഘടനയിൽ നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. കോൺഗ്രസ് പുനഃസംഘടനയിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലടക്കം സാമുദായിക സമവാക്യം പാലിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി. പ്രാദേശിക വിഷയങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കുന്നത് ശരിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്, കൂട്ടരാജിയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നത്. പുനഃസംഘടനയെ കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. കാരണം 12 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പുനഃസംഘടനയാണ്. സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ ചിലയിടത്ത് ബാലൻസ് തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു കമ്മ്യൂണൽ ബാലൻസ് ക്ലിയർ ആയിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രാദേശിക തർക്കങ്ങൾ അവിടെ പരിഹരിക്കുക. മൊത്തമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ KPCC തന്നെ പരിഹരിക്കുക. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കുള്ള സമയമാണ്. 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ വരാൻ പോകുന്നു. പ്രതിപക്ഷ ഐക്യം, രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഒരുപാട് ഒരു കൂട്ടം പ്രശ്നങ്ങളുള്ളപ്പോൾ കേരളത്തിന്റെ ബ്ലോക്ക് മണ്ഡലം തർക്കങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. തിരുവനന്തപുരത്തെ ജനകീയനായ ഒരു മുഖമായിരുന്നു അനന്തപുരി മണികണ്ഠൻ. അദ്ദേഹത്തെ അടക്കം മാറ്റിയത് താങ്കളും കെ ജയന്തൻ തമ്മിലുള്ള, KPCC സെക്രട്ടറി കെ ജയന്തൻ തമ്മിലുള്ള ചില ചർച്ചകളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരെ വരുന്നത്. അതിലെന്തെങ്കിലും ഞാൻ ഈ പ്രാദേശിക തർക്കങ്ങളൊന്നും ഇടപെടുന്ന ഒരാളൊന്നുമല്ല. ഇവിടുത്തെ എല്ലാവരുടെ മുഖങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നേമത്ത് മത്സരിച്ചൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ പല മുഖങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലേക്കൊന്നും ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാൻ അത്രത്തോളം തരം താഴാൻ പാടില്ലല്ലോ. എന്തായാലും വളരെ നന്ദി ഈ തിരക്കുള്ള സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ക്യാമറമാൻ C. വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.